പാലക്കാട് ജില്ലയിലെ കുരുടിക്കാട് ഭാഗത്ത് വെച്ച് ഒരു കരോൾ സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു റെസ്പോൺസ് പറയുക, ഒരു പ്രതികരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പ്രസക്തമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആരാണ് കരോൾ നടത്തിയതെന്നോ പള്ളിയിൽ നിന്നുള്ളൊരു കരോളാണ് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ പള്ളിക്കാർ തരുമായിരുന്നു. നമ്മളിങ്ങനെ പള്ളിയിൽ നിന്ന് പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്നറിയും. പക്ഷെ എന്നോട് അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് പള്ളിക്കാരുമല്ല, പാലക്കാട് രൂപതയിൽപ്പെട്ട പള്ളികളിൽ നിന്നും അല്ല ഇത് പോയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയായിരുന്നു എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. പിന്നെ ഇത് ഒരു കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ഭക്തി നിർഭരമായ രീതിയിൽ, ആത്മീയമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കരോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ആത്മീയമായ രീതിയിലാണത് പോകേണ്ടത്. മറ്റൊരു തരത്തിലുള്ള സൂചനകളും ഇല്ലാതെ തന്നെയാണ് കരോൾ നടത്തേണ്ടത്. അതങ്ങനെ ഒരു കർമ്മമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് നടത്തിയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. ഏത് തരത്തിലുള്ള ഒരു ആക്രമണമായാലും അത് വെറുതെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചു വിട്ടാൽ പോലും അതൊരു അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരാൻ പാടില്ല. കാരണം കരോളിൻ്റെ സന്ദേശം അങ്ങനെയാണ്. പിന്നെ അത് ഏത് തരത്തിലുള്ള ആക്രമണം, ഇപ്പോൾ കരോൾ ആകണമെന്നില്ലല്ലോ. അല്ലാതെ ആരെ ആക്രമിക്കുന്നു, ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും സ്വീകാര്യമല്ല.